കേരളത്തിലെ 9 ജില്ലകളിലായി 590 കിലോമീറ്റർ നീളത്തിലാണ് കേരളത്തിലെ തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇത് ആലപ്പുഴ ബീച്ച്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ടാവും. ബീച്ചിൽ പോയിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഈ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ നടക്കുന്നത് ഒരു നിധിയുടെ മുകളിലൂടെയാണ് എന്ന് എത്ര പേർക്കറിയാം? ഈ തിരമാലകൾ നമ്മുടെ തീരത്ത് കൊണ്ടിടുന്നത് ഒരു നിധി കൂടിയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കാറുണ്ടോ? മത്സ്യസമ്പത്താൽ സമൃദ്ധമാണ് നമ്മുടെ കടലുകളെങ്കിലും നമ്മുടെ തീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ തീരത്തേക്ക് കടൽ തിരമാലകൾ കൊണ്ട് നിക്ഷേപിക്കുന്നത് ഒരു അമൂല്യ വസ്തുവിനെയാണ്. അതാണ് നമ്മുടെ കടൽ തീരങ്ങളെ നിധികളാക്കി മാറ്റുന്നത്. ഇനി നിങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാൽപാദങ്ങളിൽ പതിയുന്ന ബ്രൗൺ നിറത്തിലും കറുപ്പ് നിറത്തിലുമുള്ള മണൽത്തരികൾ യഥാർത്ഥത്തിൽ നിധികളാണ്. തിരമാലകൾ തീരത്തേക്ക് നിക്ഷേപിക്കുന്ന ഈ നിധികൾ വന്നു ചേർന്നത് 450 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ സഹ്യപർവ്വത നിരകളിൽ നിന്നാണ്. മലനിരകളിലെ പാറക്കെട്ടുകളിൽ നിന്നും ചോർത്തിയെടുത്തു കൊണ്ടുവരുന്ന ഈ നിധി നമ്മുടെ നദികൾ അറബിക്കടലിന് സമ്മാനമായി നൽകുകയാണ്. ഈ കറുത്ത മണലിൻ്റെ മൂല്യത്തിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന മോണോസൈറ്റ് എന്ന ധാതുവാണ്. മോണോസൈറ്റിൽ നിന്നും നിരവധിയായ അമൂല്യ വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്നു. നീണ്ടകര മുതൽ കായംകുളം വരെയുള്ള 23 കിലോമീറ്റർ ദൂരത്തിലാണ് ഏറ്റവും കൂടുതൽ കരിമണൽ കാണപ്പെടുന്നത്. മോണോസൈറ്റിൽ നിന്നും ഇൽമനൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ, ഫിലിമിനൈറ്റ് തുടങ്ങിയ ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ എറൈറേറ്റ്സ് ലിമിറ്റഡിൻ്റെ ഒരു പ്ലാന്റ് ചവറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. IRE ലിമിറ്റഡ് ഭാരത് സർക്കാരിൻ്റെ ഒരു മിനി രത്ന കമ്പനിയാണ്. ഇതുകൂടാതെ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള KMM ലിമിറ്റഡും ചവറയിൽ പ്രവർത്തിക്കുന്നു. മോണോസൈറ്റിൽ നിന്നും ഇൽമനൈറ്റ്, റൂട്ടൈൽ തുടങ്ങി വേർതിരിച്ചെടുക്കുകയും അതിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് KMM ലിമിറ്റഡ്. ടൈറ്റാനിയം ഡയോക്സൈഡും ടൈറ്റാനിയം സ്പോഞ്ചും KMM ലിമിറ്റഡിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങളാണ്. റോക്കറ്റുകളിലും എയർക്രാഫ്റ്റുകളിലും ടൈറ്റാനിയം സ്പോഞ്ച് ഒരു ഘടക വസ്തുവാണ്. എന്നാൽ കരിമണലിനെ നിധിയാക്കി മാറ്റുന്നത് ഇതൊന്നുമല്ല, അത് തോറിയമാണ്. മോണോസൈറ്റിൽ 6 മുതൽ 12% വരെ തോറിയം അടങ്ങിയിട്ടുണ്ട്. ലോകം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് രക്ഷകനാകുവാൻ തോറിയത്തിന് കഴിയും എന്നതാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമറയിലും ടെലിസ്കോപ്പുകളിലും ഉപയോഗിക്കുന്ന ലെൻസുകൾ നിർമ്മിക്കുന്നതിൽ, വെൽഡിംഗ് റോഡുകളും സെറാമിക്കുകളും ഉണ്ടാക്കുന്നതിൽ, ചൂടിനെ തടുക്കുന്ന പെയിന്റ് നിർമ്മാണത്തിൽ തുടങ്ങി വിവിധ മേഖലകളിൽ തോറിയം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള അണുശക്തി നിലയങ്ങളെക്കാൾ ചിലവും മാലിന്യവും അപകട ഭീഷണിയും കുറവുള്ള അണുശക്തി നിലയങ്ങൾ തോറിയം ഉപയോഗിച്ച് സ്ഥാപിക്കുവാൻ കഴിയും എന്നതാണ് തോറിയത്തിൻ്റെ പ്രാധാന്യം. ഇതിനായി ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ നടത്തുന്ന ഗവേഷണങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയാൽ അത് ഊർജ്ജരംഗത്ത് വലിയൊരു വിപ്ലവമായി മാറും. ഇപ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ ഉൽപ്പാദനം അമേരിക്കയും ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നിലാണ്. തോറിയം അടിസ്ഥാനമാക്കിയുള്ള അണുശക്തി നിലയങ്ങൾ നിലവിൽ വരുമ്പോൾ ഈ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ ഇന്ത്യക്ക് സാധ്യമാകും. എന്തു തന്നെയായാലും ഇനി മുതൽ നമ്മുടെ ബീച്ചുകളിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിധിയുടെ പുറത്തുകൂടി നടക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ വർഷത്തിൽ 2-3 തവണയെങ്കിലും ആലപ്പുഴ ബീച്ചിൽ പോകാറുണ്ട്. ഇത്തവണയും ബീച്ചിലെത്തിയപ്പോൾ മനോഹരമായ ഒരു കാഴ്ചകളാണ് കാണുവാൻ സാധിച്ചത്. എന്നാലും ആലപ്പുഴ ബീച്ചിൽ നമുക്ക് ന്യൂ ഇയർ അടുപ്പിച്ച് പോവുകയാണെങ്കിൽ അതിലെ കാർണിവലിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ഇതുവരെ എനിക്ക് ആലപ്പുഴ ബീച്ചിലെ കാർണിവലിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തവണയെങ്കിലും അതിന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും മനോഹരമായ ഒരു സായാഹ്നം സമ്മാനിച്ച ആലപ്പുഴ ബീച്ചിന് നന്ദി. മാത്രമല്ല, ആലപ്പുഴയെക്കുറിച്ചും ആലപ്പുഴ ബീച്ചിനും അതിന് സമീപത്തുള്ള വിവിധ കാഴ്ചകളെക്കുറിച്ചും എനിക്ക് കുറേ കൂടി മനസ്സിലാക്കി തന്ന സുഹൃത്തുക്കളായ അരുൺ, വിഷ്ണു, അഭിജിത്ത് എന്നിവർക്കും നന്ദി.